നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻധ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വികസനം സ്വപ്നം കണ്ട് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ. അധികൃതരുടെ നാസ്തിക്കെതിരെ പി കരുണാകരൻ എംപിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭത്തിന് അരങ്ങൊരുങ്ങുന്നു. ഹക്കീം വധം സത്യാഗ്രഹ സമരം 62ാം നാളിലേക്ക്. സമരത്തിന് ഐക്യദാർഢ്യവുമായി സഫിയയുടെ മാതാപിതാക്കൾ സമരപ്പന്തലിലെത്തി. വികസന കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് ഒന്നിക്കണമെന്ന് PK ശ്രീമതി ടീച്ചർ MP. പയ്യന്നൂരിൽ പ്രസ് ഫോറം സംഘടിപ്പിച്ച അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീമതി ടീച്ചർ. പരിശുദ്ധ റമദാനിലെ ചെറിയ പെരുന്നാളിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ വൻ തിരക്ക്. വസ്ത്രങ്ങളിലെയും മറ്റും വർണ്ണ വൈവിധ്യങ്ങളുമായാണ് വിപണി ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. ശക്തമായ മഴയിൽ റോഡിലേക്ക് കടപുഴകി വീണ മരം മുറിച്ചു മാറ്റാൻ നടപടിയായില്ല. ജനങ്ങൾ യാത്രാ ദുരിതത്തിൽ. ഏഴിമല റെയിൽവേ സ്റ്റേഷന് പിറകിലായുള്ള റോഡിലാണ് മരം പൊട്ടിവീണ് ദിവസങ്ങളായിട്ടും മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കാത്തത്. ചെറുകുന്ന് കൊവ്വപ്പുറം ടൗണിൽ കാലപ്പഴക്കത്താൽ തകർന്ന കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു. ഏതു സമയത്തും തകർന്നു വീഴാറായ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഏഴിമല റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട് പി കരുണാകരൻ എംപിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭത്തിന് അരങ്ങൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം ഗോപാൽ UP സ്കൂളിൽ എംപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ജനകീയ പ്രക്ഷോഭത്തിന് ധാരണയായത്. കാസർഗോഡ് MP ആയിരുന്ന AKG ലോകസഭാ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ വികസനം ലോകസഭയിൽ ഉന്നയിച്ചതായിരുന്നു. അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഏഴിമല റെയിൽവേ സ്റ്റേഷന്റെ ശോച്യാവസ്ഥ മാറിയില്ല. അന്ന് അനുവദിച്ച ട്രെയിനുകളല്ലാതെ പുതിയ ട്രെയിനുകളൊന്നും ഇവിടെ നിർത്തുന്നുമില്ല. സ്റ്റേഷൻ വികസനവും നടന്നില്ല. വർഷങ്ങളായി വികസനം ആവശ്യപ്പെട്ട് നാട്ടുകാരും സംഘടനകളും പ്രക്ഷോഭം നടത്തി വരികയാണ്. റെയിൽവേ അധികൃതർക്ക് ഒട്ടേറെ നിവേദനങ്ങൾ നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ ബൈന്ദൂർ എക്സ്പ്രസിന്റെ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും അധികൃതർ പരിഗണിച്ചില്ല. ഈയൊരു സാഹചര്യത്തിലാണ് കുഞ്ഞിമംഗലം പഞ്ചായത്ത് പി കരുണാകരൻ എംപിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിനായി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. MP റെയിൽവേ സ്റ്റേഷനും പരിസരവും വീക്ഷിച്ച ശേഷം സ്റ്റേഷൻ മാസ്റ്ററുമായി ചർച്ച നടത്തി. ഇവിടെ കറണ്ട് പോയാൽ ഒരു ഇൻവെർട്ടർ സംവിധാനവും ഇല്ല, അങ്ങനെ ഒരു സംവിധാനവും ഇല്ല. റെയിൽവേ സ്റ്റേഷനുകളുടെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതാത് സ്റ്റേഷനുകളുടെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ചില സ്റ്റേഷനുകൾ ചില സന്ദർഭങ്ങളിൽ B ക്ലാസ്സാവും. അതേ സ്റ്റേഷനുകൾ തന്നെ വരുമാനം കുറഞ്ഞാൽ C ക്ലാസ്സോ A ക്ലാസ്സോ ആയിട്ട് മാറിയെന്ന് വരും. അപ്പോൾ ഏറ്റവും അധികം വരുമാനം ആ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ യഥാർത്ഥത്തിൽ നമ്മൾ ന്യായീകരിക്കുന്നതല്ല അതിനെ. പക്ഷേ അവർ സ്റ്റേഷനുകളുടെ സൗകര്യങ്ങളും കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. തുടർന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രിക അധ്യക്ഷയായി. M കുഞ്ഞിരാമൻ, MP മുരളി, P ലക്ഷ്മണൻ, CV ദാമോദരൻ, K പത്മനാഭൻ, KP ബാലൻ, P അജിത എന്നിവർ സംസാരിച്ചു. 18-ന് പയ്യന്നൂരിലെത്തുന്ന റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കുവാനും അവഗണന തുടർന്നാൽ പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിക്കുവാനും യോഗം തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാസർഗോഡ് കൊല്ലപ്പെട്ട സഫിയുടെ മാതാപിതാക്കൾ നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സമരപ്പന്തലിലെത്തി. ഹക്കീം വധക്കേസ് പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന ധർമ്മസമരത്തിന് എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്നും അവർ പറഞ്ഞു. കോളിളക്കം സൃഷ്ടിച്ച കാസർകോട്ടെ സഫിയ വധക്കേസിൽ കഴിഞ്ഞ ദിവസമാണ് 3 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. സഫിയയുടെ മാതാപിതാക്കളായ കാസർകോട്ടെ അയ്യങ്കേരിയിലെ മൊയ്തുവും ആയിഷയും ഘാതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന ചാരിതാർത്ഥ്യത്തോടെയാണ്
പയ്യന്നൂരിലെ സംയുക്ത സമരസമിതിയുടെ സമരപ്പന്തലിലെത്തിയത്. ഇവർ 2 മണിക്കൂറോളം സമരപ്പന്തലിൽ ചെലവഴിച്ചു. തൻ്റെ മക്കളെ കൊന്നവരെ കണ്ടുപിടിക്കാൻ ഏറെ നാൾ പൊരുതേണ്ടി വന്നെന്നും ആയിഷ വിതുമ്പലോടെയാണ് പറഞ്ഞു തീർത്തത്. എല്ലാവർക്കും അറിയാലോ അവസ്ഥ, പിന്നൊന്നും പറയണ്ടില്ലല്ലോ. എൻ്റെ കുഞ്ഞി മാതിരി ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇപ്പൊ ഒരു സമരം നടക്കുന്നത് ഞങ്ങൾക്ക് ബേജാറാണ്. എനിക്ക് പെണ്ണുകുട്ടികളെല്ലാം കാണുന്നില്ല. എൻ്റെ കേരളം ഇങ്ങനെ കത്തുന്ന ഇനി ഒരു കുട്ടിയൊക്കെ ഞാൻ പങ്കാളിക്കത ആയിക്കോളാം, എന്നാലും എനിക്ക് സാരമില്ല. ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. സമാനമായ കൊലപാതകമാണ് ഹക്കീം വധമെന്നും കൊലയാളികൾ എത്ര ഉന്നതിയിലായാലും കാലമെത്ര കഴിഞ്ഞാലും പിടിക്കപ്പെടുമെന്നും ആയിഷ പറഞ്ഞു. കുടകിലെ അയ്യങ്കേരിയിലാണ് ഇവർ താമസിക്കുന്നത്. സഫിയയെ കൂടാതെ ബികോമിന് പഠിക്കുന്ന അസീസ്, വിദ്യാർത്ഥികളായ മിന്നബ്, അഫ്സദ്, 4 വയസ്സുകാരി ഫർസാന എന്നിവർ സഫിയയുടെ സഹോദരങ്ങളാണ്. കേസ് അന്വേഷണത്തിന് പോലീസ് വലിയ വീഴ്ച പറ്റിയെന്നും ഈ ഉമ്മയുടെ കണ്ണീരിന്റെ വിജയമാണെന്നും സഫിയ വധക്കേസ് സമരത്തിന് നേതൃത്വം നൽകിയ സമരസമിതി നേതാവും ആം ആദ്മി നേതാവും കൂടിയായ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഫൈസൽ പെരുമ്പള, എൻഡോസൾഫാൻ പീഡിത മുന്നണി നേതാവ് ടി ശോഭന എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. എൻ സുബ്രഹ്മണ്യം മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. മാധ്യമം അവാർഡ് നേടിയ രാഘവൻ കടന്നപ്പള്ളിയെയും പ്രസ് ഫോറം അംഗങ്ങളുടെ മക്കളിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും പയ്യന്നൂർ പ്രസ് ഫോറം അനുമോദിച്ചു. പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. വികസന കാര്യത്തിൽ കടുത്ത രാഷ്ട്രീയം ഒഴിവാക്കി നിർത്തണമെന്നും ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരാളാണ് താനെന്നും PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. പയ്യന്നൂർ ഒരുമയുടെ സംസ്കാരമുള്ള നാടാണ്. വികസന കാര്യത്തിൽ അനാവശ്യ രാഷ്ട്രീയം ഒഴിവാക്കിയാണ് താലൂക്ക് എന്ന സ്വപ്നം നേടിയെടുത്തതെന്നും അവർ പറഞ്ഞു. ആരും ആവശ്യപ്പെടാത്ത ഒരു കാര്യമായിരുന്നു പയ്യന്നൂരിൽ ഒരു സിവിൽ സ്റ്റേഷൻ പണിത്. പക്ഷെ എന്തോ ഭാഗ്യത ഞാൻ മന്ത്രിയായിരുന്നപ്പോ പയ്യന്നൂരിൽ എവിടെയെങ്കിലും റവന്യൂ ഭൂമി ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും സ്ഥലമുണ്ടോ നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരാളെ എനിക്ക് എന്തെന്ന് ചോദിക്കുന്നു. അന്ന് ADM റിട്ടയർ ചെയ്ത മാത്യു ഈ ഭൂമിയെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ നല്ലോണം അറിയുന്നതാണ്. അദ്ദേഹമാണ് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞത് നമുക്കിവിടെ സുന്ദരമായ ഒരു സ്ഥലം കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പയ്യന്നൂരിൽ ഒരു നല്ല എല്ലാ ഓഫീസും 10-29 സർക്കാർ ഓഫീസുകൾ ഒന്നിച്ചൊരു കെട്ടിടത്തിലായിക്കൂടാ. ഇപ്പൊ നമുക്ക് താലൂക്കുമായി. ഈ ഗവൺമെന്റ് വന്നു. നമ്മുടെ ശ്രീകൃഷ്ണന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ജനകീയ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ താലൂക്ക് പ്രഖ്യാപിച്ചില്ലേ. പ്രസ് ഫോറത്തിന്റെ ഉപഹാരം നഗരസഭാ അധ്യക്ഷ KV ലളിത ശ്രീമതി ടീച്ചർക്ക് നൽകി. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ രാഘവൻ കടന്നപ്പള്ളിയെ പൊന്നാടി അണിയിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് M രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. GD നായർ, T ഭരതൻ, പീറ്റർ ഏഴിമല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രാഘവൻ കടന്നപ്പള്ളിയും അനഘ അയന എന്നിവരും മറുപടി പ്രസംഗം നടത്തി. പരിശുദ്ധ റമദാനിലെ ചെറിയ പെരുന്നാളിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുതുവസ്ത്രങ്ങളും ചെരുപ്പും അലങ്കാര സാധനങ്ങളും സമ്മാനങ്ങളും വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലാണ് വിശ്വാസികൾ. വ്രതശുദ്ധിയുടെ പരിശുദ്ധി നിറച്ച റമദാൻ മാസത്തിന് സമാപനം കുറിക്കാൻ നാളുകൾ മാത്രം ശേഷിക്കെ പെരുന്നാൾ കച്ചവടത്തിന് തിരക്കേറി. പെരുന്നാൾ ആഘോഷിക്കാനുള്ള തിരക്കിലമർന്നിരിക്കുകയാണ് നാടും നഗരവും. തുണിത്തരങ്ങൾക്കും ഫാൻസി ആഭരണങ്ങൾക്കുമാണ് ആവശ്യക്കാരേറെയുള്ളത്. പെരുന്നാളിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും. പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ തന്നെയാണ് താരം. പുതുവസ്ത്രം ഒഴിച്ചുകൂടാൻ പറ്റാതായതിനാൽ കച്ചവടക്കാർ വൻതോതിൽ തന്നെ വസ്ത്രശേഖരം എത്തിച്ചിട്ടുണ്ട്. മുംബൈ, ബാംഗ്ലൂർ, സൂറത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഇവ കൊണ്ടുവരുന്നത്. നിറവൈവിധ്യങ്ങളാണ് മിക്ക വിപണിയിലെയും പ്രത്യേകത. നഗരങ്ങളിലെങ്ങും ഉപഭോക്താക്കളെ മാടി വിളിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. മിക്ക കടകളിലും രാത്രി വളരെ വൈകിയും വ്യാപാരം നടക്കുന്നുണ്ട്. വസ്ത്രങ്ങളിലെ ഏറ്റവും പുതിയ പരീക്ഷണങ്ങളാണ് വ്യാപാരികൾ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നത്. എക്കാലത്തെയും ട്രെൻഡായ ചൂരിദാറിൻ്റെ പലതരം മോഡലുകൾ കടകളിൽ ലഭ്യമാണ്. പാലോസ ബോട്ടമാണ് വിപണിയിലെ പുത്തൻ തരംഗം. അയഞ്ഞ ബോട്ടവും ഇറക്കമുള്ള ടോപ്പുമാണ് ഇതിൻ്റെ പ്രത്യേകത. പെരുന്നാളിന് പുതുവസ്ത്രത്തോടൊപ്പം തന്നെ പ്രാധാന്യം പാദരക്ഷകൾക്കും നൽകുന്നുണ്ട്. മറ്റു ആഘോഷങ്ങളെക്കാൾ കൂടുതൽ ഫുട്വെയർ വ്യാപാരികൾ സന്തോഷിക്കുന്നതും പെരുന്നാളാകുമ്പോഴാണ്. വസ്ത്രങ്ങളോടൊപ്പം തന്നെ കുടുംബങ്ങൾ ചെരുപ്പും തിരയുന്ന കാഴ്ച കാണാനുണ്ട്. വില അല്പം കൂടിയിട്ടുണ്ടെങ്കിലും വിപണി സജീവമാണ്. കുട്ടികളും സ്ത്രീകളും ഫാൻസി ചെരുപ്പുകളുടെ ആരാധകരാണ്. മഴക്കാലത്ത് ഫാൻസി ചെരുപ്പുകൾ വാങ്ങാൻ ആളുകൾ മടിക്കുമെങ്കിലും ഇത്തവണ മഴ കുറവായതിനാൽ അധിക പേരും
കല്ലും മുത്തും പതിച്ച ഫാൻസി ചെരുപ്പുകളാണ് തിരഞ്ഞെടുക്കുന്നത്. അതേസമയം ഇത്തവണ പെരുന്നാൾ വിപണി ഉണരാൻ വൈകിയതായി കച്ചവടക്കാർ പറയുന്നു. പെരുന്നാളിന് തന്നെ കൂടുതലും ഈ കമ്പനി BKC ഇങ്ങനെയുള്ള കമ്പനി കൂടുതൽ ഐറ്റംസാണ് നോക്കുന്നത്. പിന്നെ പൊതുവേ ഈ റബ്ബറിൻ്റെ ഒക്കെ മാർക്കറ്റ് ഇടിഞ്ഞതാവാം, മാർക്കറ്റ് മോശമാവാനുള്ള കൂടുതൽ കാരണം. കഴിഞ്ഞ കാലങ്ങളിൽ റമദാൻ തുടങ്ങി രണ്ടാമത്തെ ആഴ്ചയാകുമ്പോഴേക്കും വിപണി ഉഷാറായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി സ്ഥിതി മാറി. പ്രതികൂല കാലാവസ്ഥയും നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ തൊഴിൽ പ്രതിസന്ധിയുമാണ് വിപണിയിലെ മാന്ദ്യത്തിന് കാരണമെന്നും വ്യാപാരികൾ പറയുന്നു. ചെറുകുന്ന് കൊവ്വപ്പുറം ടൗണിൽ കാലപ്പഴക്കത്താൽ തകർന്ന കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു. ഏതു സമയത്തും തകർന്നു വീഴാറായ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോവൂപ്പുറം ടൗണിൽ പഴയങ്ങാടി ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിന് സമീപത്തെ കെട്ടിടമാണ് പൊതുജനങ്ങൾക്ക് അപകടം വരുത്തുന്ന രീതിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ ചുമരുകൾ വിള്ളൽ വീണ് അപകടാവസ്ഥയിലാണ്. ഓടുകൾ ഇളകി വീണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടം റോഡിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര കവാടത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന പഴയ കെട്ടിടം കൊവ്വപ്പുറം വഴി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കെട്ടിടം പൊളിച്ചു മാറ്റാൻ നിരവധി തവണ ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടിട്ടും കെട്ടിട ഉടമ തയ്യാറായില്ല. അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടം ഉടൻ പൊളിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാലടി സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന വനിതാ ഹോസ്റ്റലിന്റെ ശിലാസ്ഥാപനം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം ദിലീപ് കുമാറും കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MK അബ്ദുൽ ഖാദറും ചേർന്ന് നിർവഹിച്ചു. എന്തെല്ലാം പാർട്ടികളുണ്ടെങ്കിലും എന്തെല്ലാം ആദർശങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ചിന്തകളുണ്ടെങ്കിലും അതിനെല്ലാം അപ്പുറം ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന അവസരങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കുക. ചാവെടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു സർവകലാശാലയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം നിങ്ങളുടെ സിൻഡിക്കേറ്റിനോടൊപ്പം. ആദ്യഘട്ടത്തിൽ 60ഓളം കുട്ടികൾക്ക് താമസ സൗകര്യമൊരുക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. 2.7 കോടി രൂപ ചെലവിലാണ് വനിതാ ഹോസ്റ്റലിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക. ചടങ്ങിൽ പ്രൊഫസർ അബ്ദുൽ നസീർ കെ അധ്യക്ഷനായി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രിക ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ TP രവീന്ദ്രൻ സ്വാഗതവും ഡയറക്ടർ ഡോക്ടർ E ശ്രീധരൻ നന്ദിയും പറഞ്ഞു. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. PK ശ്രീമതി ടീച്ചർ MP ഉദ്ഘാടനം ചെയ്തു. ഒരു മാസക്കാലത്തെ പുണ്യമാസം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മാസക്കാലത്തെ നോമ്പ് വ്രതം കഴിഞ്ഞാൽ പിന്നീട് നിലാവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഘോഷം ആണ്. ആ ആഘോഷത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നു. ഇത്രയേറെ നീണ്ട കാലം ഇങ്ങനെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും നാളുകളായി വ്രതമനുഷ്ഠിക്കുന്ന മറ്റൊരു മതവിഭാഗവുമില്ല. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയായിരുന്നു. സ്വാമി വിശ്വഭദ്രാനന്ദ സത്യബോധി, തായ്നേരി ഇമാം മൊയ്തീൻകുട്ടി ഹാഫി, പുഞ്ചക്കാട് പള്ളി വികാരി ഫാദർ ജിനോ എന്നിവർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. KV ബാബു, KK ഫൽഗുനൻ, പാവൂർ നാരായണൻ, പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. വൈസ് ചെയർമാൻ KK ഗംഗാധരൻ സ്വാഗതവും സെക്രട്ടറി P ഷെറി നന്ദിയും പറഞ്ഞു. ശക്തമായ മഴയിൽ റോഡിലേക്ക് കടപുഴകി വീണ മരം മുറിച്ചു മാറ്റാൻ നടപടിയായില്ല. ജനങ്ങൾ യാത്രാ ദുരിതത്തിൽ. ഏഴിമല റെയിൽവേ സ്റ്റേഷന് പിറകിലായുള്ള റോഡിലാണ് മരം പൊട്ടി വീണത്. മരം എത്രയും പെട്ടെന്ന് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ദിവസങ്ങൾക്ക് മുൻപുണ്ടായ കനത്ത മഴയെ തുടർന്നാണ് കൂറ്റൻ മരം കടപുഴകി റോഡിലേക്ക് വീണത്. സംഭവം പുലർച്ചെയായതിനാൽ വൻ ദുരന്തം വഴിമാറുകയായിരുന്നു. എന്നാൽ സംഭവം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മരം മുറിച്ചു മാറ്റി പ്രദേശത്തു കൂടിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഏഴിമല റെയിൽവേ സ്റ്റേഷനിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള വഴിയിലാണ് മരം പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത് എന്നതും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. യാത്രാ തടസ്സം മൂലം പ്രദേശത്തുകാർ ചുറ്റി സഞ്ചരിച്ചാണ് ഇപ്പോൾ സ്റ്റേഷനിലെത്തുന്നത്. മരം മുറിച്ചു മാറ്റി എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ ടൗൺ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ സമാശ്വാസ പെൻഷനും പെരുന്നാൾ കിറ്റ് വിതരണവും തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ടൗൺ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി കിടപ്പിലായവരും രോഗികളുമടക്കമുള്ള നിർധനർക്ക് നൽകി വരുന്ന സമാശ്വാസ പെൻഷൻ പദ്ധതിയുടെ വിതരണോദ്ഘാടനവും കൂടെ 101 പേർക്കുള്ള പെരുന്നാൾ കിറ്റ് വിതരണവുമാണ്
തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നത്. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് CKP അഹമ്മദ് കുഞ്ഞിഹാജി ചടങ്ങിൽ അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി പെരിങ്ങോ മുസ്തഫ, ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി AGC ബഷീർ, KPCC നിർവാഹക സമിതി അംഗം K വെളുത്തമ്പു, നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് MTP അബ്ദുൽ കരീം, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സത്താർ വടക്കമ്പാട്, വാർഡ് മുസ്ലിം ലീഗ് ട്രഷറർ PP അബ്ദുൾ റഹ്മാൻ ഹാജി, NA മജീദ് എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ഹാരിസ് അത്തിക്കൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് NC അബ്ദുൾ റഹീം ഹാജി നന്ദിയും പറഞ്ഞു. ചിങ്ങം 1 കർഷക ദിനത്തിന്റെ ഭാഗമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വിവിധ പരിപാടികൾക്കായുള്ള സംഘാടക സമിതി യോഗം മാടായി പഞ്ചായത്ത് ഹാളിൽ നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് P കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ മീറ്റിംഗ് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇത്തവണത്തെ കർഷക ദിനം സംസ്ഥാന തലത്തിലുള്ള പരിപാടി കാർഷിക മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമാക്കി വിവിധ പരിപാടികൾ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കും. കാർഷിക മേഖലയിലെ സമ്പൂർണ്ണ യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിൽ തൊഴിലാളികൾക്കുള്ള പരിശീലനം, സമഗ്ര പച്ചക്കറി പദ്ധതി എന്നിവ പ്രധാനപ്പെട്ടതാണ്. ഈ വർഷത്തെ സംസ്ഥാന കർഷക ദിനാചരണം കണ്ണൂരിൽ നടക്കും. പരിപാടി വിജയിപ്പിക്കാൻ മാടായി പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. കല്യാശ്ശേരി ബ്ലോക്ക് കൃഷി ഓഫീസർ ജോളി അലക്സ് പദ്ധതി വിശദീകരിച്ചു. രാജമ്മ തച്ചൻ, K ഗോവിന്ദൻ, CM വേണുഗോപാലൻ, VV പ്രീത, CH ഖൈറുനീസ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആഭിമുഖ്യത്തിൽ വിജയോത്സവം 2015 സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഒരു പൂർവ്വ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ തുടർച്ചയായി 100% വിജയവും അതുപോലെ തന്നെ ഗ്രേഡിംഗ് വന്നപ്പോൾ ധാരാളം കുട്ടികൾ A+ നേടിക്കൊണ്ട് ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ ശശിധരൻ അടിയോടി, സീനിയർ അസിസ്റ്റന്റ് AV വിജയൻ, പൂർവ്വ വിദ്യാർത്ഥി KV ശ്രീജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി K സുരേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. PTA പ്രസിഡന്റ് P അജിത് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഷീല ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. 50ഓളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. കരിവെള്ളൂർ നെടുവപ്പുറത്തെ അശ്വിനി നിവാസിൽ P വിജയന്റെ വീട്ടുമുറ്റത്ത് വളർന്ന് കായ്ച്ചു നിൽക്കുന്ന അവാക്കാസോ എന്ന ബട്ടർഫ്രൂട്ട് ഫലവൃക്ഷം നാട്ടുകാരിൽ കൗതുകം വളർത്തുന്നു. മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ മാത്രം വളരുന്ന ഒരു ഫലവൃക്ഷമാണ് അവാക്കാസോ. ദൃശ്യത്തിൽ കാണുന്ന ഈ പഴത്തെ മലയാളിക്ക് അത്ര പരിചയമുണ്ട് എന്ന് വരില്ല. മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ മാത്രം വളരുന്ന ഈ ഫലവൃക്ഷം കരിവെള്ളൂർ നെടുവപ്പുറത്തെ അശ്വിനി നിവാസിൽ P വിജയന്റെ വീട്ടുമുറ്റത്ത് കായ്ച്ചു നിൽക്കുന്നത് കാണാം. നിറയെ കായ്ച്ചു നിൽക്കുന്ന ഈ മരം ആരെയും ഒന്ന് ആകർഷിക്കുക തന്നെ ചെയ്യും. 4 വർഷം മുൻപ് വിജയൻ കടയിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുവന്ന ഫലത്തിന്റെ കുരുവാണ് ഇന്ന് വലിയ മരമായി കായ്ച്ചു നിൽക്കുന്നത്. പോഷകങ്ങളുടെ ഒരു കലവറയാണ് ബട്ടർഫ്രൂട്ട് അഥവാ വെണ്ണപ്പഴം. 2% വിറ്റാമിൻ എയും 16% വിറ്റാമിൻ സിയും 15% വിറ്റാമിൻ ബിയും 7% മഗ്നീഷ്യവും മറ്റനേകം ഘടകങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നതിന്റെ ഇരട്ടിയോളം പൊട്ടാസ്യം ബട്ടർഫ്രൂട്ടിലുണ്ട്. ക്യാൻസറിനും ബ്ലഡ് ഷുഗറിനും ഇത് പ്രതിവിധിയാണ്. ഒപ്പം മുടി വളരാനും ഇത് ഉപയോഗിക്കുന്നു. മെക്സിക്കോയും സെൻട്രൽ അമേരിക്കയുമാണ് ഇതിന്റെ ജന്മനാട്. ലുറാസിയ കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം പേർസിയ അമേരിക്കാന എന്നാണ്. ഇത് ഇന്ന് നമ്മുടെ നാട്ടിലും വളർന്നു നിൽക്കുന്നത് ഏറെ ആനന്ദം മാത്രമല്ല, ഒട്ടൊരു ആശങ്കയും പങ്കുവയ്ക്കുന്നു. ഇതിൻ്റെ ശരിയായ പേര് അവക്കാഡോ എന്നാണ്. ഇത് ബട്ടർഫ്രൂട്ട് എന്ന നിലയിലാണ്. ഇപ്പോൾ ഈ നോമ്പ് കാലങ്ങളിൽ മുസ്ലിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്ന ഈ സമയത്താണ് ഇത് വയനാട്ടിൽ നിന്നും അതുപോലെ തന്നെ കൊടൈക്കനാലിൽ നിന്നും വരുന്ന ഒരു ഫ്രൂട്ട്സാണ്. ഇത് ഇത്തവണ നല്ല നിലയിൽ നല്ല സ്വാദോടു കൂടിയുള്ള ബട്ടർഫ്രൂട്ടാണ് ഇവിടെ കായ്ച്ചിട്ടുള്ളത്. ചക്കയും മാങ്ങയും പഴം വിളമ്പുന്ന കാലത്തു നിന്നും നാം പതിയെ അന്യദേശ ഫലങ്ങൾ വിളയുന്ന കാലത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഏതായാലും ഈ പഴങ്ങൾ അത്രയും ആവശ്യക്കാർക്ക് സൗജന്യമായി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കരിവെള്ളൂരിലെ പ്രധാന വ്യാപാരി കൂടിയായ വിജയൻ. പയ്യന്നൂരിൽ തെരുവു നായ്ക്കളെ കൊല്ലാനുള്ള നടപടി ആരംഭിച്ചു. തെരുവു നായ്ക്കളെ നിയന്ത്രിക്കണമെന്നുള്ള സർക്കാർ ഉത്തരവിന്മേലാണ് നടപടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്ന് തെരുവുനായ്ക്കളെ നിയന്ത്രണ വിധേയമാക്കണമെന്ന് തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭാ പരിധിയിൽ തെരുവുനായ്ക്കളെ കൊല്ലാനുള്ള നടപടി ആരംഭിച്ചത്.
മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാൻസർ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സതീഷ് സി രാഘവൻ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് എം വി ശ്രീനിവാസൻ അധ്യക്ഷനായി. സി വി വിഷ്ണുപ്രസാദ്, വി വി പ്രഭാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബീരിച്ചേരി 19ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. KMCC അബുദാബി കമ്മിറ്റി അംഗം TP അഹമ്മദ് ഹാജി കിറ്റ് വിതരണം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വർഷം പോലും മുടക്കം വരാതെ നടത്തിവരുന്ന റമദാൻ റിലീഫിന്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ റമദാൻ കിറ്റും പെരുന്നാൾ കിറ്റുമാണ് ഇവിടെ വെച്ച് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സ്ട്രീറ്റ് ലൈറ്റ് AGC ബഷീറിൽ നിന്നും ഷുഹൈബ് VPP ഏറ്റുവാങ്ങി. സമാശ്വാസ സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം അൻവർ സാദത്തും സത്താർ വടക്കുംപാട് നിർവഹിച്ചു. പ്രസിഡന്റ് NKP മുഹമ്മദ് കുഞ്ഞ് ചടങ്ങിൽ അധ്യക്ഷനായി. N ഹമീദ് ഹാജി, അൻവർ സാദത്ത്, N അലി എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. പൂക്കോയത്തങ്ങൾ സ്വാഗതവും MA ജാഫർ നന്ദിയും പറഞ്ഞു. വെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കോ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. സീക്ക് ഡയറക്ടർ പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇക്കോ എന്ന വാക്കിനർത്ഥം വീടെന്നാണ്. വീട്, നാം എല്ലാം ഒരു വീട്ടിലെ അംഗങ്ങളാണ്. നമുക്കെല്ലാം കൂടി ഒരു വീടേ ഉള്ളൂ, പൊതുവായി ഒരു വീടേ ഉള്ളൂ. ആ വീടിനെയാണ് നാം ഭൂമി എന്ന് വിളിക്കുന്നത്. ആ ഭൂമിക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ വിഷമം നമുക്കും നേരിടും. ചെറുവത്തൂർ ഉപജില്ല സുബ്രതോ മുഖർജി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 20 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. പതിനാല് വയസ്സിന് താഴെയുള്ള സബ് ജൂനിയർ വിഭാഗത്തിൽ 8 ടീമും 16 വയസ്സ് വരെയുള്ളവർക്കായുള്ള ജൂനിയർ വിഭാഗത്തിൽ 12 ടീമുമാണ് മത്സരത്തിനെത്തിയത്. മത്സര വിജയികൾ റവന്യൂ ജില്ലാ മത്സരത്തിലേക്ക് അർഹത നേടും. സബ് ജൂനിയർ വിഭാഗത്തിൽ കുട്ടമത്ത് ഹയർ സെക്കൻഡറി സ്കൂളിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റവന്യൂ ജില്ലാ മത്സരത്തിന് അർഹരായി. ജൂനിയർ വിഭാഗം ഫൈനൽ മത്സരം വ്യാഴാഴ്ച നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറി ചേംബർ സെക്രട്ടറി K വിജയകുമാർ KV രാമചന്ദ്രൻ നൽകി പ്രകാശനം ചെയ്തു. ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ V നന്ദകുമാർ, MP തിലകൻ, VP സുമിത്രൻ, CM സത്യജിത്ത് എന്നിവർ സംബന്ധിച്ചു. AIYF ജില്ലാ ക്യാമ്പ് ജൂലൈ 18 മുതൽ പയ്യന്നൂർ മയൂര ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഇനി മാറ്റൊലി. പൊതുചടങ്ങിൽ ആഭ്യന്തരമന്ത്രിയെ ADGP ഋഷിരാജ് സിംഗ് സല്യൂട്ട് ചെയ്യാതിരുന്നത് അനാദരവാണോ? പ്രതികരണങ്ങളിലേക്ക്. ഒരു ക്ഷണിക്കപ്പെട്ട അതിഥി അതേ വേദിയിൽ മറ്റൊരു ക്ഷണിക്കപ്പെട്ട അതിഥിനെ സല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, ആ പ്രശ്നം അങ്ങനെ നടന്നുവെങ്കിലും ഋഷിരാജ് സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾ ചെന്നിത്തല കടന്നു വരുന്നത് പിൻഭാഗത്തൂടെയാണ്. അപ്പോൾ കണ്ടില്ല എന്നുള്ള പറയുമ്പോൾ അതിനെ മറ്റുള്ളവർ അത്ര ഇതായിട്ട് കാണിക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. ശരിക്കും അത് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും അവരവരുടെ ജോലിയല്ലേ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് അതിൻ്റെ മന്ത്രിയെ അപമാനിക്കുന്നതിന് തുല്യമൊന്നുമല്ല അത്. അതിനെ വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല. അത് സാറിന് എന്ത് രീതിയിൽ പറഞ്ഞാലും സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ അവരുടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനുള്ളൂ. അത് അതിന് തെറ്റൊന്നും കാണുന്നില്ല. അത് വിവരിച്ച് കാണിച്ചിക്കേണ്ട ആവശ്യമില്ല. അത് അയാൾ അത് കാണിക്കേണ്ടതായിരുന്നു. എഴുന്നേറ്റ് നിന്നിട്ട് മന്ത്രി എന്നുള്ള കണക്ക്. ഇവിടെ ഋഷിരാജ് സിംഗ് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ചെന്നിത്തല വരുമ്പോൾ ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല, എഴുന്നേറ്റ് നിന്നില്ല എന്നുള്ള വിവാദമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഋഷിരാജ് സിംഗിൻ്റെ കാര്യമെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. പിന്നിൽ നിന്ന് വരുന്ന
ഒരു മന്ത്രിയെ, കാര്യങ്ങൾ വളരെ ഗൗരവമായി വീക്ഷിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കാണണമെന്നില്ല. ഫോട്ടോ വരുമ്പോൾ വന്ന് അടുത്തിരിക്കുമ്പോൾ അയാൾ ഏത് രീതിയിൽ പെരുമാറി എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. മാത്രമല്ല പോലീസ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥന്മാരെയോ വകുപ്പ് മന്ത്രിമാരോ ബഹുമാനിക്കേണ്ട അത്യാവശ്യമാണ്. ഇതാണ് നമ്മളെ അഭിപ്രായം. ഈ സല്യൂട്ട് പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്നത് ഒരു യജമാനത്വം കാണിക്കൽ എന്നതുപോലെയല്ലേ? ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വേണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനം സ്വപ്നം കണ്ട് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ. അധികൃതരുടെ നാസ്തിക്കെതിരെ പി കരുണാകരൻ എംപിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭത്തിന് അരങ്ങൊരുങ്ങുന്നു. ഹക്കീം വധം സത്യാഗ്രഹ സമരം 62ാം നാളിലേക്ക്. സമരത്തിന് ഐക്യദാർഢ്യവുമായി സഫിയയുടെ മാതാപിതാക്കൾ സമരപ്പന്തലിലെത്തി. വികസന കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് ഒന്നിക്കണമെന്ന് PK ശ്രീമതി ടീച്ചർ MP. പയ്യന്നൂരിൽ പ്രസ് ഫോറം സംഘടിപ്പിച്ച അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീമതി ടീച്ചർ. പരിശുദ്ധ റമദാനിലെ ചെറിയ പെരുന്നാളിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ വൻ തിരക്ക്. വസ്ത്രങ്ങളിലെയും മറ്റും വർണ്ണ വൈവിധ്യങ്ങളുമായാണ് വിപണി ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. ശക്തമായ മഴയിൽ റോഡിലേക്ക് കടപുഴകി വീണ മരം മുറിച്ചു മാറ്റാൻ നടപടിയായില്ല. ജനങ്ങൾ യാത്രാ ദുരിതത്തിൽ. ഏഴിമല റെയിൽവേ സ്റ്റേഷന് പിറകിലായുള്ള റോഡിലാണ് മരം പൊട്ടിവീണ് ദിവസങ്ങളായിട്ടും മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കാത്തത്. ചെറുകുന്ന് കൊവ്വപ്പുറം ടൗണിൽ കാലപ്പഴക്കത്താൽ തകർന്ന കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു. ഏതു സമയത്തും തകർന്നു വീഴാറായ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.